ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയതിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. പിന്നെ ആ സൈഡിൽ ഇരിക്കുന്ന ബെൽ ബട്ടൺ കൂടി ഓൺ ആക്കുക. അപ്പോൾ ഗൈസ്, ഇന്ന് മുതൽ ഞാൻ എൻ്റെ CS റാങ്ക് ഡെയിലി പുഷ് വീഡിയോ അല്ല സീരീസ് തുടങ്ങുകയാണ്. അപ്പോൾ പാർട്ടായിട്ട് എല്ലാവരും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് അങ്ങ് ചെയ്യണേ. ഓക്കെ ഗൈസ്, നമ്മൾ ഇടയ്ക്ക് കസ്റ്റർ ഇടും, ഗീവ് അവേ, ടീം കോഡ് എന്ന് വെച്ച് റെഡിങ് കോഡ് ഗീവ്, അങ്ങനെയൊക്കെ കുറേ ഗീവ് നടത്തും. വേറൊന്നും ചെയ്യേണ്ട, ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ആയാൽ മതി, നമ്മൾ തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഫ്രണ്ട് ആക്കണമെങ്കിൽ ഐ ഡി കൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ ഫ്രണ്ട് ആക്കുന്നതായിരിക്കും. ഞാൻ എല്ലാവരുടെ ഫ്രണ്ട് റിക്വസ്റ്റൊക്കെ അപ്സെറ്റ് ആക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് വീട്ടിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ ഞാൻ തിരുവനന്തപുരം M80 ബേബി ഗണ്ണുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ബേബി ഗൺ എടുക്കുന്നത്. അല്ലെങ്കിൽ M500 G18 M500 WSP വല്ലതും വന്നാൽ ഞാൻ എടുക്കില്ല. കാര്യം എന്ന് വെച്ചാൽ ആ USB കൊണ്ട് തന്നെ കളി തോറ്റാലും, കേരള പാരഫാളാണ്, അപ്പോൾ കളി തോറ്റാലും ഒരു 1600 പൈസ കാണും. അപ്പോൾ ആ പാരഫാളിന് 1400 ഉള്ളൂ. അപ്പോൾ എനിക്ക് പാരഫാൾ വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും. ഫ്രണ്ട് ഇനിമയുണ്ട്. മറ്റു തോക്കായിരുന്നു അടിക്കായിരുന്നു. നമ്മൾ ടീം വെച്ച് നോക്കടാ, ഇറങ്ങിയിട്ട് കുക്കി തരണേ കിട്ടുമോ? കിട്ടൂല, പോയി. ഇങ്ങനെ റിവേഴ്സ് ചെയ്താൽ ഫ്രണ്ട് ഇനിമുണ്ട്, അടിക്കാൻ ഓടിപ്പോയി. നോക്കട്ടെ. ഒരുത്തനുണ്ട്. കാണല്ലേ പുല്ല് കണ്ട്. ഞാൻ വിചാരിച്ച് കണ്ടില്ലായിരുന്നെങ്കിൽ പിന്നെ കൊള്ളായിരുന്നു. സ്കൈ തിച്ച് അടിച്ചിട്ട് മൂക്കനിട്ട് വീണ്ടും മറ്റേ ഓരോനടിക്കാൻ. ഇനിയിപ്പോൾ എന്താ ചെയ്യും? അങ്കൂഷ് UBG അങ്കൂഷ് ശിവ 1 മിനിറ്റ് എടുക്കുമോ? കണ്ട ഒരു റിച്ച് പ്ലെയർ ആണ്, കയ്യിലൊക്കെ ഫിസ്റ്റ്, പിന്നെ അങ്ങനെ ബേക്കിൽ പൊട്ട ബേക്കിൽഡ്രാ അടിക്കോ? അവൻ ചാടിപ്പോയി. അവൻ ലൂട്ടെടുക്കണം. അതൊക്കെ കൊല്ലടാ, ഇത്ര പേടി എന്തിനാ? ചത്ത വെച്ചാൽ ഞാൻ വിചാരിച്ച് അവർ എന്നെ കണ്ടില്ലെന്ന് വിചാരിച്ചിട്ട് ഓടി സ്കൈ പിടിച്ച് ഓടിപ്പോയ. ടട്സൂയ വല്ലായിരുന്നെങ്കിൽ എന്തോ ചെയ്തതിന്? അല്ല, ടട്സൂയ ആയിരുന്നെങ്കിൽ ചെയ്യായിരുന്നു എന്തെങ്കിലും. ഇവൻ നേരത്തെ ടീമപ്പ് കാണിച്ചെന്തിന്? ആർക്ക്? ഇവൻ തീർന്നു. സോൺ അങ്ങോട്ടാ. തിരഞ്ഞെടുപ്പ് ഒന്നും കിട്ടൂല. ഇവൻ വെറുതെ അടിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കുന്നവർക്ക്. സ്ഥലം പറഞ്ഞുകൊണ്ട് കൊടുത്തൊന്നും കാര്യമില്ല. കാര്യവും മണ്ടേലല്ലേ. സോണ അവിടെ തന്നെ വരണം. ഒരു 6 അടിയടാ. ചത്ത്. ആ 2 എടുത്തിരുന്നെങ്കിൽ കളി അങ്ങ് ദയിച്ചേനെ. ഞാൻ 0 ഡാമേജാ. നാണക്കേട്. ഇതിലാണെങ്കിൽ പാരഫാളില്ല. ഇനി ഒരു 1 ടാപ്പ് അടിച്ചിട്ട് വേണം ഷോ കാണിക്കാൻ വേണ്ടി ഇവന്മാരടുത്ത്. എൻ്റെ ടീമിലുള്ള 2 റിച്ചാണ് തോന്നുന്നത് കേട്ടോ. ടട്സൂയും ഈ ബ്ലാക്ക് ടീഷർട്ട് ഇട്ടവൻ കണ്ട. ബ്ലാക്ക് ടീഷർട്ട് മൊത്തം റിച്ച്, ഫുൾ റിച്ച്. പക്ഷേ M4A1 നൂമ്പ് M4A1 എൻ്റെ അതിനായിട്ട് കൊള്ളാം. എൻ്റെ ഫ്രീ ആയിട്ട് കിട്ടിയ ടച്ച് ശരിയാണ്. ടച്ച് ഒന്ന് കൈ ഒന്ന് പിടിച്ചിറക്കട്ടെ. ഓക്കെ, സെറ്റ്. ഒരുത്തൻ കളി തുടങ്ങിയുള്ളൂ, അതിനിടയ്ക്ക് നോക്കായി. ഇവിടെ ആരെയും ഉണ്ടാടാ? ഉണ്ട്. അവരോട് വെയിറ്റ് ചെയ്യണം നമ്മളിടാ. കണ്ട ഈ രഹങ്കിൽ എൻ്റെ പേരെന്ന് പറയാനില്ല. ഈ 3 നമ്പറിന് അടിച്ചിട്ടവൻ നോക്കായില്ല. കൈസ് ഒരു 1 ടാപ്പ് അടിച്ചിരുന്നെങ്കിൽ പൊളിക എന്നെ. ഇവിടെ ധാരാ നോക്കാക്കി. എന്താ ഭയം ഇറക്കും. ഇവിടെ 1 ടാപ്പ് അടി എൻ്റെ മോനെ, അടിപൊളി 1 ടാപ്പ്. കൈസ് ഈ 1 ടാപ്പ് ഞാൻ ലൈക്ക്. അവിടെ ബേക്ക് ആളാ ചത്താ. ഭാഗ്യയിലൂടെ എടുക്കാം. ഇവനെ കൊന്നിട്ട് നമുക്ക് മണ്ടയാ നിൽക്കുന്നറാ. ഞാൻ വിചാരിച്ച അവളെ നോക്കിയിട്ട് തിരിച്ചു പോയി. പിന്നെ ഞാൻ വിചാരിച്ച എന്നെ കണ്ടില്ലെന്ന്. കാണാതാണ് അഭിനയിച്ച് കളി. ഗൈസ്, ഈ റൗണ്ട് പോയി. മോയെ എടാ, ഞാൻ ഉണ്ടെങ്കിലല്ലേ പിടിക്കാൻ പറ്റൂ. മിക്കവാറും ഈ കളി 0-4 പൊട്ടും ഇങ്ങനെ പോയാൽ. നമ്മൾ ടീമിൽ ഞാൻ ഒരു നൂബി.
അറിയാതെ ഒരു വണ്ടാ പഠിച്ച് അല്ല അറിഞ്ഞിട്ട് തന്നെ അടിച്ച ഒരു പൊട്ടി ബേക്കില്ല വാച്ച് യുവർ ബാക്ക്. ആ ഇത് എടുക്കുമോ? എടുക്കൂല മറ്റേ ഓറിയോണാണ്. ഓറിയോ ഉപയോഗിക്കാതാണ് എടുത്തത്. പ്രോ പ്ലെയർ. പക്ഷെ എന്ത് കുത്തിപ്പിടിയടാ ഇവരണ്ടേൽ. എന്നെ കണ്ടുപിടി. ഓൺലി വൺ ടാപ്പ്. ഞാൻ പ്രോ പ്ലെയർ ആയിപ്പോയി. എന്താ പറയാ, ഏത് നോക്കണം? വുഡ്പേക്കർ, M80, MP40, M4 ചിപ്പുണ്ടോ? എടുത്ത് നോക്കിയാലോ? പിടിക്കണ്ട. പക്ഷേ എൻ്റെ സ്കിന്ന് മറ്റേതല്ല, മറ്റേതെങ്കിലും കിട്ടിയാൽ MP5 എടുത്തുകൊണ്ട് പോവാം. MP5 എടുക്കാം. ഒരു മഷ്റൂം എടുക്കും. നേരത്തെ റിക്വസ്റ്റിങ് കളിച്ച് ഇപ്പോൾ ഒന്നുമില്ല. ആർക്കൊരു 100ൻ്റെ പൈസയില്ല. അവിടെ കയറി ചെന്ന് ചാവല്ലേ, അതുകൊണ്ട് കുറച്ചിരിക്കുന്നത്. അടിക്കുന്നില്ല, അടിച്ചവൻ തീർക്കും തന്നെ. ഫ്ലാഷ് ഓഫീസർ കയറി നോക്കാം. അവിടെ ആൾക്കാരുണ്ടോ? അച്ഛൻ നമ്മൾ പെട്ടു ഇവിടെ അല്ലേ ഗൈസ്? മണ്ട കുറിച്ചുണ്ടാടാ, പക്ഷേ തല കൊണ്ടില്ല. ഇറ്റ്സ് മൈ വേസ്റ്റ് ഓഫ് ടൈം. ഇവ നോക്കാടാ, പൊക്കം അവിടെ ഇവനെങ്ങനെ കൊന്ന? ദൈവമേ, ഇവനെങ്ങനെ കൊന്ന? ചാവല്ലേ. പക്ഷേ ഊക്കനടിച്ച വേഗം അടി അവിടെ ചത്തില്ലേ? ഇവിടെ 183 ഡാമേജറാ. ഷേ, എനിക്കെന്തറാ ഇവൻ ചാവാത്തെന്തറാ ഇവൻ? ഇവന് തല പൊട്ടിച്ചപ്പോഴേക്കും അവൻ എന്നെ തലയടിച്ചിട്ട് പോയിട്ട്. ഇതാണ് എനിക്ക് ഒന്നും ഇഷ്ടമില്ലാത്ത ഫ്രീ ഫയർ. നമ്മളടിച്ചാലും അവരടിച്ചാലേ കൂട്ടുള്ളൂ. ഏതവള് വേണ്ട, കളി തോറ്റു. എടുത്താലൊക്കെ ജയിക്കും, പക്ഷേ റിസ്ക് വേണ്ട. നമ്മൾ 3 അവർ 0 ഒന്നല്ല, നേരെ ഓപ്പോസിറ്റാ. ഇപ്പോൾ ഗ്ലോവാൾ വീണ തന്നെ സ്കില്ല് കാണിച്ച്. എൻ്റെ ടീമേ ഇപ്പോഴെങ്കിലും ഒരുമിച്ച് നിൽക്കുമോ ഇവരൊക്കെ? ഒരു ഗ്രനേഡ് വരുന്നു, ഭാഗ്യം. അല്ലെങ്കിൽ ഞാൻ ഇപ്പം നോക്കായന്. ആരും പൊക്കം വരിച്ചില്ലെന്ന്. ഞാൻ ചത്ത കളി തോറ്റ, അങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ ചത്ത കളി. നൈസ്റോ. ഒരു നോക്ക്. അവർ നോക്കടിച്ച്, നമ്മൾ നോക്കടിച്ച്. അവർ പൊക്കി, നമ്മൾ തീർത്തു. ഇവിടെ ആരെയും നിൽക്കാം. വാട്ടെ തല. എൻ്റെ മോനെ, ഞാൻ പ്രോ പ്ലെയർ തന്നെ ഗൈസ്. ഗെയിമിൽ ഞാൻ സൗണ്ട് വെച്ചിട്ടില്ല കേട്ടോ, ക്ഷമിക്കണം ഗൈസ്. കാര്യം എന്ന് വെച്ചാലേ, ഞാൻ വോയിസ് കൊടുക്കുമ്പോഴേ ഈ ഗെയിമിൻ്റെ സൗണ്ട് അടിക്കുമ്പോൾ ഫുള്ളൊരു മിക്സഡ് എരപ്പ് കേൾക്കും. എടാ ഒരുത്തനുള്ളടാ, എടാ എനിക്കൊന്നും മറ്റേ പെണ്ണ് ഏകപ്പിളിയാണെന്ന് നമ്മൾ ടീമിൽ. തൻ്റെ കളി പോയി. കളി പോയടാ, കളി പോയി. റിവ്യൂ ചെയ്യൂടി, റിവ്യൂ ചെയ്തിട്ട് പകുതിയായപ്പോൾ ഓടിക്കളഞ്ഞു. കളി പോയിട്ട് ഞാൻ ചത്തു കൊടുക്കുന്നത് നല്ലത്. 2 ഇല്ലെങ്കിൽ എടുത്തില്ല പ്രോ പ്ലെയർ. ഒന്ന് വണ്ടാവും, ഒന്ന് ഇപ്പോൾ എടുക്കുന്നത്. എൻ്റെ മുമ്പ് എടുക്കണ ശവം. ഡബിൾ കൊണ്ട് വലിയ അജുബ എന്നാണ് വിചാരം. അക്ഷയ കേസ് ഡബിൾ കൊണ്ട് അതും തോറ്റ്. ഗ്രാൻഡ് മാസ്റ്റർ അടിക്കണമെങ്കിൽ 198 സ്റ്റാർ വേണം. മീൻസ് 198. എനിക്കാണെങ്കിൽ ഇപ്പോൾ 120 മാത്രമേ ഉള്ളൂ. ഇനി സ്റ്റാർട്ട് കൊടുക്കാം. തിരിഞ്ഞ് കളിച്ച് കൂട്ടണ്ടേ ഇതൊക്കെ. ഈ കളിയെങ്കിലും എനിക്ക് ജയിക്കുന്നോടാ, ഈ കളി ജയിക്കണം. നല്ല ആൾക്കാർ വരട്ടണേ, നല്ല ടീമിനെ കിട്ടണേ. ദൈവമേ കാത്തോളി. M5 എന്തിന് റീഫൺ അടിക്കാം. എടാ അപ്പുറത്ത് G7 നേരത്തെ ഞാൻ ടീമിലുണ്ടായിരുന്നവേ. എടാ അവൻ എൻ്റെ ടീമിലല്ലായിരുന്ന. അവൻ നമ്മൾ കഴിഞ്ഞ നാൾ തോറ്റി. ഈ കളി അവനെ പൊട്ടിക്കണം. അങ്ങനെ സൂചിക്കണ്ട നമ്മളെ പൊട്ടിച്ചിട്ട്. നമ്മൾ ടീം അത്യാവശ്യം കൊള്ളാം എന്ന് തോന്നുന്നു. അതിന് കണ്ടറിയാം. BK ഗെയിമർ ഗ്ലൂവാളെടുത്തുകൊണ്ട് ഓടിക്കളയണം. നമ്മൾ ടീം പൊളി എന്നെ ഹാക്കർ. പിന്നെ ഞാൻ എന്താ യൂസ് ചെയ്തിട്ടുണ്ട് അതെടാ. പക്ഷേ 11 ഞാൻ പ്രോ പ്ലെയർ. ഞാൻ ഒരു പ്രോ പ്ലെയർ തന്നെ. വണ്ടാവല്ല ഹെഡ്ഷോട്ട്. ഫ്ലാഷ് ഓഫീസ് മിക്കവാറും അറിയാമോ? എടാ എന്ത് വരുന്ന കട എൻ്റെ
ഡേ എൻ്റെ കരിഞ്ഞക്കട എൻ്റെ ഫ്ലാഷ് അവറിന്ന് ചിലപ്പോൾ എറിയുമെന്ന് പറഞ്ഞപ്പോഴേക്കും ഡ്രോപ്പ് എന്നെടുത്ത് ഫ്ലാഷ് അവറിച്ച് ഇറങ്ങി. എന്നാലും അവൻ എങ്ങനെയാണ് എന്നെ ടീമിൽ അവൻ്റെ അപ്പുറത്ത് വന്ന രാവൻ ഞാൻ മാച്ച് മേക്കിങ് കൊടുത്തപ്പോൾ തന്നെ അവൻ മാച്ച് മേക്കിങ് കൊടുത്താണ്. പിന്നല്ലാണ്ട് എങ്ങനെ വരാൻ? എനിക്ക് പാരഫാൾ കില്ല് കിട്ടിയാലേ പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. പാരഫാൾ ശിഷ് ഈ കളി തേക്കണേ. എനിക്ക് അവനെ റിയസ്ലാവനെ മുന്നിൽ ഇമോട്ടിട്ട് കളിക്കണേ. എനിക്ക് അവൻ നോക്കായിട്ട് അവൻ്റെ മുന്നിൽ ഇമോട്ടിടാം. അവിടെ ആരെയും കാരണം അടിക്കണം എനിക്കറിയാം. പക്ഷെ കൊണ്ടില്ല, ഒരു എയിമും ഇല്ല, ഒരു തേങ്ങാക്കൊലയും ഇല്ല ഇതിൽ. 36 ഡാമേജൊക്കെ ഉണ്ടല്ലോ. പ്രോ പ്ലെയർ അവിടെ വെച്ചിരിക്കണം കുത്തിപ്പിടി. രാവിലെ തന്നെ കൊന്നിന്. വീട്ടിനകത്ത് ആരും ഉണ്ടല്ലേ? ആരാ നീ? ഓക്കെ സെറ്റ്. കുത്തിപ്പിടി പ്രോ പ്ലെയർ ഓൺ ദ ഫീൽഡ്. കേരള പാരഫാൾ വെറുതെ എന്ന് വിചാരിച്ചാ? പാരഫാൾ പ്രോ പ്ലെയർ അല്ല പ്രോ പ്ലെയർ. ഈ കളി ജയിക്കണം. ഒരു മത്സരം വെച്ചൊരു ഇവെന്താ യൂസ്ഫുൾ കളിക്കാൻ പോണ? എനിക്ക് വലിയ അവൻ യൂസ്ഫുൾ ഏസും എടുക്കാൻ പോണില്ലേ? എന്തൊക്കെ വായിച്ചില്ല അവൻ. അവൻ്റെ വിചാരം ആരെങ്കിലും അവന് തോക്കെടുത്ത് കൊടുക്കണം. എന്നെ ഇപ്പം തോക്കെടുത്ത് കൊടുക്കും കാത്തോണ്ടിരി. പക്ഷേ മിസ്സായി. എന്നെ അടിച്ചിരുന്ന ധൈര്യം എന്നെ അടിക്കാൻ. ഇവിടെ ആയിരിക്കണോണ്ടാ എൻ്റെ കൊച്ചു കള്ള ഊക്കോണെ അടിച്ചിട. അവൻ്റെ തല പൊട്ടിച്ചിന. പിന്നെ അല്ല പക്ഷേ ഇമോട്ടിടായിരുന്നല്ലേ. പക്ഷേ പൊട്ടൻ. അതിന് അപ്പുറത്ത് ഒരുത്തും കൂടെ അടിയിടേ. ഇനി ഞാൻ അവിടെ എത്തുമ്പോൾ അടിച്ചിടല്ലേ? രാവണുണ്ടോ അപ്പുറത്തേക്കുള്ള? അവതുകൊണ്ട് അവിടെ ഉണ്ട്. അടിക്കല്ല. ശേ മിസ് ആയിപ്പോയി. ജസ്റ്റ് മിസ്. ആരും നോക്കില്ല. രാവണാണ് എക്സ്പെക്ട് ചെയ്തത് തന്നെ. ഇപ്പം അതിനായിട്ട് കളി ജയിച്ചാൽ മതിയല്ലോ. +4 ഇത്ര മതി. ലൂട്ടൊക്കെ സെറ്റ്. ഓക്കെ ക്യാപ്റ്റൻ എല്ലാം വായിച്ചത്. ഒന്നുകൂടെ അയച്ചെടുക്കാൻ വലിയ കിട്ടും. വേണ്ട പാവം പൈസ തീർന്നോ. എന്നാലും ഒന്നുകൂടെ അയക്കാം. വാങ്ങിച്ചു തരാം. എല്ലാം ഞാൻ വാങ്ങിച്ചു. ഒരു റിപ്പയർ കിറ്റ് എനിക്ക് നോക്കാം. കാര്യം എനിക്ക് റിപ്പയർ കിറ്റ് ഇല്ല, തന്നില്ല. വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടം. ബ്ലൂ ഇരടാ. ഞാൻ ബ്ലൂ പോയെന്ന്. ഞാൻ എൻ്റെ ഗിൽഡി വരുന്നുണ്ടെങ്കിൽ എൻ്റെ ഗിൽഡി ഞാൻ ഉണ്ടാക്കിയില്ല. ഇവിടെ ആരാണ്? പക്ഷെ പിന്നെ പറയും ഇങ്ങനെ ഒന്ന് തീർക്കട്ടെ. ലൈഫ് കുറയുന്നില്ല ഇവൻ്റെ. എന്താ ചാവാത്ത എന്നെടുത്ത് ഇതിലെന്താ അവിടെ ഊക്കും. അയ്യോ ചത്തേ. നാട്ടാരേ ഓടി വരണേ. എന്നെ ഒരുത്ത കുത്തിപ്പിടിച്ചേ. എടാ എന്തുവാടാ ഇന്നത്തെ എത്രടാ? അതിന് പുറത്തൊന്നും കൊണ്ടില്ലേ ഇറങ്ങിയിടൊന്നും. നേരെ എടുത്തപ്പോൾ മറ്റേ രണ്ടും അങ്ങ് ഉഗാണ്ടയിലാണ് വേണ്ടത് ഇതിൻ്റെ മുമ്പിൽ. പിന്നെ എങ്ങനെ ആനെ തീറ്റാ എൻ്റെ ശവം എന്ത് വെള്ളത്തില്ല. കളി ജയിച്ച്. നമ്മൾ 3 അവർ 1. പാരഫാൾ എടുക്കാം അല്ലേ? റിക്വസ്റ്റ് കിട്ടോ? ഇത് പാരഫാൾ 1400 അത്രയ്ക്ക് റിച്ചാവേ. ഇനി ഒന്ന് എടാ ഹെൽമെറ്റ് വാങ്ങിച്ചെന്ന്, ബ്ലൂ വാങ്ങിച്ചാ, ഫ്ലാഷ് ഹവേഴ്സ് വാങ്ങിച്ചെന്ന്. റിപ്പയർ കിറ്റ് എന്തൊരു ഇനി അയച്ചില്ല. സമയം തീർന്നല്ലോ. ഞാനാണ് അവസാനം നമ്മുടെ ടീമിൽ നോക്കിയെന്ന് തോന്നുന്നു. പക്ഷെ അവൻ എന്ത്ര ഗ്ലൂ ആയിട്ടാ ഗ്രനേഡ് വന്നപ്പം നമ്മളെ രക്ഷിച്ചാണ് നൻപൻ. VK ഗെയിമർ അവർ നൻപൻ ഫ്ലാഷ് ഹവേഴ്സ് നോക്കാം. ഞാനിവിടെ ടിന്നാ ക്യാപ്റ്റന്. ഞാൻ ടിന്ന ഒരേ സമയത്ത് ഇറങ്ങിയിരിക്കും. ചാട് എന്താ ചാവാത്ത? സാനിക്ക് ഇപ്പം തീർക്കുന്ന എൻ്റെ സാനി. പിന്നെ അല്ല പ്രോ പ്ലെയർ ഒരുത്തും കൂടെ അടി. ഗ്ലൂ തീർത്തേ. ബുയാ ഗൈസ്. അപ്പോൾ CS റാങ്ക് ഡെയിലി റാങ്ക് പുഷ്
സീരീസ് പാർട്ട് 1 ഇന്നത്തോടെ അവസാനിക്കുകയാണ്. ഇനി പാർട്ട് 8 അടുത്ത വീഡിയോയ്ക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. Fire when the strong hits you. That's it, friend?